നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം പച്ചടിയിൽ നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകത്തിൽ പ്രതി സജിയുമായി പോലീസ് ഇന്ന് കൂടുതൽ തെളിവെടുപ്പ് നടത്തും. പ്രതിയെ വീട്ടിലെത്തിച്ചാണ് ഇന്നലെ നടപടികൾ പൂർത്തിയാക്കാൻ ഇരുന്നത്. എന്നാൽ ഇന്നലെ ഏറെ വൈകിയതുകൊണ്ട് തന്നെ ഇന്നും തെളിവെടുപ്പ് പൂർത്തിയാക്കും. കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങളും മൃതദേഹം മറവും ചെയ്യാൻ ഉപയോഗിച്ച സാമഗ്രികളും പോലീസ് കണ്ടെത്തി. ഇന്നത്തെ നടപടികൾക്ക് ശേഷം 11 മണിയോടുകൂടി പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ഏപ്രിൽ 4-ന് വൈകുന്നേരം സജിയും സഹോദരൻ റജിയും തമ്മിലുണ്ടായ വാക്കുതർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. രാത്രിയിൽ അമ്മയും സഹോദരനും കിടപ്പുമുറിയിൽ ഉറങ്ങാൻ കിടന്ന സമയത്താണ് സജി ആക്രമണം നടത്തിയത്. റജിയെ അതിക്രൂരമായി മർദ്ദിച്ച ശേഷം കഴുത്തിൽ തോർത്തു മുറുക്കി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. സഹോദരനെ കൊന്നത് അമ്മ കണ്ടതിനാൽ മേരിക്കുട്ടിയെ മുഖത്തടിച്ചും ഭിത്തിയിലേക്ക് വലിച്ചെറിഞ്ഞും ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. മൃതദേഹങ്ങൾ 2 ദിവസത്തോളം വീടിന് പുറത്ത് ഗ്രീൻ നെറ്റിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച ശേഷം 3-ാം ദിവസം അർദ്ധരാത്രിയോടുകൂടി കുഴിച്ചിടുകയായിരുന്നു. മൃതദേഹങ്ങൾ കുഴിച്ചു മൂടിയ സ്ഥലത്ത് ആർക്കും സംശയം തോന്നാതിരിക്കാൻ പ്രതി ഏലച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. ചെടികൾ വളർന്നു പന്തലിച്ചാൽ പിന്നീട് ആരും അവിടെ പരിശോധിക്കില്ല എന്ന കണക്കുകൂട്ടലിലായിരുന്നു പ്രതി ഇത്തരമൊരു നീക്കം നടത്തിയത്. കൊലപാതകത്തിന് ശേഷവും ഒന്നും അറിയാത്ത ഭാവത്തിൽ സജി ഇതേ വീട്ടിൽ തന്നെ താമസം തുടരുകയായിരുന്നു. പ്രതിയുടെ പിതാവ് മാത്യുവിനെ കുറിച്ചും നിലവിൽ വിവരങ്ങളൊന്നും തന്നെ ഇല്ല. മാത്യുവിന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സജി നൽകിയ മൊഴികളിലെ വൈരുദ്ധ്യവും പോലീസ് ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. പിതാവിന് സമാനമായ വിധി സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി പരിശോധനയ്ക്കിടെ 2 തവണ സജിയെ കണ്ടതായി പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചിരുന്നു. തുടർന്ന് പോലീസിന്റെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മരം കയറ്റത്തിൽ വിദഗ്ധനായ സജി മരത്തിന്റെ മുകളിലാണ് ഇരുന്നത്. പോലീസിന്റെ നീക്കം നിരീക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് സൂചന. പോലീസ് ഇന്നലെ പകൽ മുഴുവനായി ഡ്രോണും ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. ഇതിനിടെ വീടിനടുത്തുള്ള വഴിയിലൂടെ നടന്നുവെന്നാണ് സജി കീഴടങ്ങിയത്. മൃതദേഹങ്ങൾ തിങ്കളാഴ്ച കണ്ടെത്തിയതിനു പിന്നാലെ സജിക്കായി പോലീസ് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. വീടിന് സമീപത്തെ ഏലത്തോട്ടത്തിൽ ഒളിച്ചു കഴിയുകയായിരുന്നു സജി. താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായതോടെ ഇന്നലെ ഉച്ചയ്ക്ക് 12-ന് കീഴടങ്ങുകയായിരുന്നു. തോട്ടുവാക്കട കവലയിലെ കടയിലെത്തിയ സജി തനിക്ക് തെറ്റുപറ്റിയെന്ന് കടയിലെ ജീവനക്കാരിയോട് പറഞ്ഞു. സമീപത്തുണ്ടായിരുന്ന പോലീസ് ഉടൻ സജിയെ പിടികൂടുകയായിരുന്നു. സ്വത്തു തർക്കവും മാനസിക പീഡനവുമാണ് കൊലയ്ക്ക് കാരണമെന്നും പ്രതിയുടെ മൊഴിയെന്ന് പോലീസ് പറയുന്നു. സജിയുടെ പിതൃത്വത്തെ റജി ചോദ്യം ചെയ്തെന്നും വഴക്കിന് കാരണമായെന്നും പറയുന്നു. താൻ വിവാഹം കഴിക്കാൻ റജി സമ്മതിച്ചിരുന്നില്ലെന്നും അതിന്റെ പേരിൽ തർക്കം പതിവായിരുന്നുവെന്നും സജി മൊഴി നൽകിയിരുന്നു. മദ്യപിച്ചെത്തിയ ഒരു ദിവസം സജി തർക്കത്തിനിടെ റജിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്ത മേരിയെ മർദ്ദിച്ച് എടുത്തെറിയുകയായിരുന്നു. ഇരുവരുടെയും മരണം ഉറപ്പാക്കി 2 ദിവസങ്ങൾക്ക് ശേഷം മൃതദേഹങ്ങൾ വീടിന് സമീപത്തെ വിറകുപുരയിലെത്തിച്ച് വല ഉപയോഗിച്ച് മൂടിയിട്ടു. തുടർന്ന് വീട് വൃത്തിയാക്കി തുണികൾ കത്തിച്ചു. ഇതിന്റെ പിറ്റേന്നാണ് വീട്ടുവളപ്പിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടത്. ഈ ദിവസങ്ങളിലെല്ലാം സജി ജോലിക്കും പോയിരുന്നു. ഒറ്റയ്ക്കാണ് കൃത്യം നടത്തിയതെന്നും സജി സമ്മതിച്ചിട്ടുണ്ടെങ്കിലും എന്നാണ് കൊലപാതകം നടത്തിയത് എന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഏപ്രിൽ ആദ്യ ആഴ്ച സംഭവം നടന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. ഇന്നലെ വൈകിട്ട് സജിയെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സജി കുറ്റം സമ്മതിച്ചില്ലെന്നും പിന്നാലെ മേരിയുടെയും റജിയുടെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഇന്നലെ വൈകിട്ട് 3-ഓടെ കൂടി സംസ്കാരം നടത്തുകയും ചെയ്തു.